ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കെ മുരളീധരനെ പാർട്ടിക്കാർ തന്നെ ചതിച്ചുവെന്ന് കെപിസിസി ഉപസമിതിയുടെ റിപ്പോർട്ട്. ടി.എൻ. പ്രതാപൻ, ജോസ് വള്ളൂർ, അനിൽ അക്കര, എം.പി. വിൻസെന്റ് എന്നിവരുടെ പേരെടുത്ത് പറഞ്ഞാണ് റിപ്പോർട്ടിൽ പരാമർശം. ആരോപണ വിധേയരായ നേതാക്കൾക്കെതിരെ സംഘടനാ തലത്തിൽ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF തരംഗമുണ്ടായിട്ടും തൃശൂരിൽ കെ മുരളീധരന്റെ കനത്ത പരാജയത്തിന് വഴിവെച്ചതിൽ സിറ്റിംഗ് MP ആയിരുന്ന ടി.എൻ. പ്രതാപൻ, DCC അധ്യക്ഷനായിരുന്ന ജോസ് വള്ളൂർ, MP. വിൻസെന്റ്, അനിൽ അക്കര തുടങ്ങിയവർക്ക് പങ്കുണ്ടെന്നാണ് ഉപസമിതി അന്വേഷണത്തിലെ കണ്ടെത്തൽ. മുരളീധരൻ ചതിക്കപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മുമ്പ് സിറ്റിംഗ് MP ഇനി പാർലമെന്റിലേക്ക് മത്സരിക്കാനില്ലെന്ന പരസ്യ പ്രസ്താവന നടത്തിയതിലൂടെ സുരേഷ് ഗോപിക്ക് എതിരാളികളില്ലെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. വടകര MP ആയിരുന്ന കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കാനുള്ള അപ്രതീക്ഷിതമായ ഹൈക്കമാൻഡ് തീരുമാനത്തിൽ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നാണ് സൂചന. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തൃശൂർ DCC അധ്യക്ഷ സ്ഥാനത്ത് പരിഗണിക്കപ്പെടുന്ന ജോസ് വള്ളൂർ, അനിൽ അക്കര തുടങ്ങിയ നേതാക്കൾക്കെതിരായ കെപിസിസി ഉപസമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ DCCയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴി തുറന്നേക്കുമെന്നാണ് സൂചന. DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പൊതുസമ്മതനെ കണ്ടെത്തുക എന്നതാകും നേതൃത്വത്തിന് മുമ്പിലെ ഇനിയുള്ള വെല്ലുവിളി. രാഷ്ട്രീയകാര്യ സമിതി അംഗമായ KC ജോസഫ്, T സിദ്ദിഖ്, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ഉൾപ്പെട്ട സമിതിയാണ് അന്വേഷണ റിപ്പോർട്ട് കെപിസിസി നേതൃത്വത്തിന് കൈമാറിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. നടിയുടെ ലൈംഗിക ആരോപണ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയിട്ടും മുകേഷ് MLA-യുടെ രാജി ആവശ്യം ശക്തമാക്കാതെ പ്രതിപക്ഷം. മുകേഷ് രാജിവെക്കണോ എന്ന് അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അത് അവര് മുകേഷ് തീരുമാനിക്കട്ടെ, അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ. രണ്ടാമത്തെ കുറ്റപത്രമാണ്. അദ്ദേഹം അതിനെതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ, അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹം രാജിവെക്കണോ വേണ്ടേ. മുകേഷ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയാൽ മാത്രം രാജിവെച്ചാൽ മതിയെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷ് ആണെന്നും P. സതീദേവി പറഞ്ഞു. കേസിന്റെ വിചാരണ നടന്ന് കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം അദ്ദേഹത്തിന് തീരുമാനിക്കാവുന്നതാണ്. ധാർമ്മികത ഓരോ ആളുകളെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കാനാണെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടുന്നത്. നിയമപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയനെ പുകഴ്ത്തിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വിമർശിച്ചും യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ലേഖനം. കോൺഗ്രസിനെയും BJP-യെയും വിമർശിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈഴവർക്ക് പരിഗണന നൽകുന്നതിൽ തമ്മിൽ ഭേദം CPM ആണെന്നും പറയുന്നു. കോൺഗ്രസിലും BJP-യിലും ഈഴവർക്ക് അവഗണനയാണ്. കോൺഗ്രസ് ഈഴവരെ വെട്ടിനിരത്തുന്നു. നിലവിലുള്ളത് K. ബാബു എന്ന ഒരു MLA മാത്രമാണെന്നും KPCC അധ്യക്ഷന് പോലും രക്ഷയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും വെള്ളാപ്പള്ളി വിമർശിക്കുന്നു. BJP-യിലും കാര്യം മഹാകഷ്ടമാണ്. കസേരയ്ക്ക് പ്രശ്നം വരുമ്പോൾ മാത്രമാണ് നേതാക്കന്മാർ സമുദായത്തെ ഓർക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം CPM-നെ ബാധിച്ചിട്ടുണ്ട്. രണ്ടാം നേതാക്കളെ വളർത്തിയെടുക്കാൻ പാർട്ടിക്കായിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തുന്ന വെള്ളാപ്പള്ളി അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ചിലർ കളങ്കമുണ്ടാക്കും വിധമാണ് പ്രവർത്തിക്കുന്നതെന്നും പറയുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി പിണറായി സർക്കാർ ഒട്ടേറെ കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ നിഷ്പ്രഭമാക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർ ചെയ്യുന്നത്. അതിലൂടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കും കളങ്കമുണ്ടാക്കുകയാണ്. പാർട്ടി നേതാക്കളും അണികളും വരെ ദുരനുഭവങ്ങളുടെ ഇരകളാണ്. അതേസമയം പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുമെന്നും വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥത്തിലെ ലേഖനത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, News 18.